ഫോൺ സ്മെല്ലിന്റെ ജേണിയിൽ നിരവധി നമ്മൾ കസ്റ്റം ഫോണുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമോഷണലി കണക്ട് ചെയ്തൊരു പ്രൊജക്റ്റ് ആയിരുന്നു MARCയുടെ ഒരു കസ്റ്റം ഫോൺ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് ഒരു ഫോൺ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുക? നമ്മൾ ചെറിയ മക്കൾക്ക് ഹരിശ്രീ എഴുതി കൊടുക്കും, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? എല്ലാവർക്കും അറിയാം, ആ ആദ്യ അക്ഷരം ആ കുട്ടി പഠിക്കുന്നത് അരിയിൽ എഴുതുമ്പോഴാണ്. അതേപോലെ തന്നെയാണ് ഞങ്ങൾ ഈ ഫോൺ ബിൽഡ് ചെയ്തത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന് വെച്ചാൽ നമ്മൾ LKG മുതൽ 6ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഉണ്ടാക്കിയ ആ ഫോണ്ടിലൂടെയായിരുന്നു ആ കുട്ടികൾ ആദ്യ അക്ഷരം എഴുതി പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹരിശ്രീ എന്നുള്ള കാര്യം അതിൽ മെൻഷൻ ചെയ്തത്. അത്രയും പ്രൗഡായിട്ടുള്ള നിമിഷം വേറെ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് MARC ഞങ്ങളെ കണക്ട് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ലഭിക്കുന്ന അതൊരു കർസീവ് ഫോണ്ടാണ്. കർസീവ് ഫോണ്ട് നിങ്ങൾക്ക് അറിയില്ല, കൂട്ടി അക്ഷരങ്ങൾ എഴുതുന്ന രീതിയാണ് ഉണ്ടായത്. അപ്പം ആദ്യമായ അക്ഷരം പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മൾ നിലവിൽ അവൈലബിൾ ഉള്ള ഫോണ്ടുകൾ എന്ന് പറയുന്നത് അവർ ഉദ്ദേശിച്ച പോലെ, അല്ലെങ്കിൽ പല സ്കൂളിലുള്ള ടീച്ചേഴ്സും സംസാരിച്ച സമയത്ത് പല ഇഷ്യൂസും അവർ ഫേസ് ചെയ്യുന്നത്. കാരണം ഇത് ശരിയല്ല, അക്ഷരങ്ങൾ ശരിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ അതിന് പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഫോണ്ട് അവർക്ക് സ്വന്തമായിട്ട് കസ്റ്റം ഫോണ്ട് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുത്തു. അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഫോണ്ട് ബിൽഡ് ചെയ്തതിന് ശേഷം അവർക്കുണ്ടായ ഒരു റിയാക്ഷൻസ്, ഇത് ഭയങ്കര എന്താ പറയുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോണിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തു, അത് 99% സോൾവ് ചെയ്തു കേട്ടാൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമാണ്. കാരണം നമ്മൾ പറയുന്നതല്ല, ക്ലയന്റിന്റെ അടുത്ത് നിന്നാണ് ആ റിവ്യൂ പറയുന്നത് 99% ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുള്ളൂ. കാരണം അത്രയും സന്തോഷമായിട്ടുള്ള വേറെ കാര്യം ഇല്ല എന്ന് തന്നെ പറയാം. അതിലുപരി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്തിനു വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഈ ഫോൺ ഞങ്ങൾ വർക്ക് ചെയ്തത് എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ പറഞ്ഞു. ആ അക്ഷരങ്ങളിലൂടെ ഇപ്പോൾ ഞങ്ങളുടെ ടീമെല്ലാം അത് വർക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും പ്രൗഡായിട്ട് വർക്ക് ചെയ്ത സാധനമാണ്. കാരണം വെച്ചാൽ ഞങ്ങളിലൂടെ ആ കുട്ടികൾ അക്ഷരങ്ങളിലോ ആദ്യ അക്ഷരം വരച്ചെടുത്ത് അതിലൂടെ മേ ബി അവർ നാളെ വലിയ സയന്റിസ്റ്റ് ആവാം, എല്ലാവരും വളരെ വലിയ നിലയിലേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മളെ ഉള്ളിലുണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യ അക്ഷരം ഞങ്ങൾ ഉണ്ടാക്കിയ ഫോണിന്റെ മുകളിലൂടെയാണ് അവർ വരച്ച അക്ഷരങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അത്രയും പ്രൗഡായിട്ടുള്ള ഒരു നിമിഷം വേറെ ഇല്ല. MARCക്ക് വേണ്ടി നമ്മൾ 2 തരത്തിലുള്ള ഫോണ്ടുകളാണ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഡോട്ട് ഫോണ്ടും, ഒന്ന് റെഗുലർ ഫോണ്ടും. ഡോട്ട് ഫോണ്ട് നമ്മൾ കോപ്പി എഴുതാത്ത ആൾക്കാരുണ്ടാവില്ല. നമ്മൾ എഴുതുന്ന സമയത്ത് അതിൽ ഡോട്ട് അക്ഷരങ്ങൾ എപ്പോഴും ഉണ്ടാവും. നമ്മൾ അതിന്റെ മുകളിലൂടെ ആണ് ഓരോ അക്ഷരങ്ങളും നമ്മൾ എഴുതിയെടുക്കാറ്. അതേപോലെ തന്നെയാണ് ഈ MARCക്ക് വേണ്ടി നമ്മൾ ഡോട്ട് ഫോണ്ടും റെഗുലർ ഫോണ്ടും ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഈ ഡോട്ട് ഫോണ്ടിലാണ് നമ്മൾ അവർ അക്ഷരങ്ങൾ മക്കള് ആ അതിന്റെ മുകളിലൂടെയാണ് ഓരോ അക്ഷരങ്ങൾ എഴുതുന്നത്. അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് നമ്മൾ റെഗുലർ ഫോണ്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലുപരി എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇതിന് മുമ്പ് അവർ യൂസ് ചെയ്ത മെത്തേഡാണ് വളരെ സങ്കടം. കാരണം വെച്ച് കഴിഞ്ഞാൽ, അക്ഷരങ്ങൾ ഫോണിൽ ഇല്ലാത്തതുകൊണ്ട് ഓരോ അക്ഷരങ്ങളും വരച്ചും അതേപോലെ തന്നെ കട്ട് ചെയ്തൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമാണ്. കാരണം അതിന് കംപ്ലീറ്റ് ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഈ ഫോണ്ട് വന്നപ്പോൾ അവർക്കുണ്ടായ റിസൾട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി എന്ന MARCക്ക് ഒരുപാട് നന്ദി. കാരണം വെച്ചാൽ, ഇതുപോലുള്ള പ്രൊജക്റ്റുകൾ ഒരു ബിസിനസ്സിൽ ഒരു ഫോണിനെ കൊണ്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിലും ഇതേപോലെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ചിലപ്പോൾ ആ ഫോണിനെ കൊണ്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. എനിവേ MARC, താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിലും ചിലപ്പോൾ ഒരു ഫോണ്ട് ഒരു സൊല്യൂഷൻ ആവാം. കാരണം നിങ്ങൾ ഫേസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് ആവാം, അല്ലെങ്കിൽ പ്രിന്റിംഗ് മെത്തേഡിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർ പല മേഖലയിലായിരിക്കാം. പക്ഷെ അവിടെയൊക്കെ ചിലപ്പോൾ ഈ ഫോണിനെ കൊണ്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മേ ബി ദാറ്റ് വിൽ ബി ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോട്ട് ലെറ്റർ, അതൊരു ഇമോഷനാണ്, അതിന്റെ വാല്യൂ ഉണ്ട്. അത് നിങ്ങളുടെ ബിസിനസ്സിനെ എപ്പോഴും ഉയരിലേക്ക് എത്തിക്കുകയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫോണിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിവേ, താങ്ക് യു സോ മച്ച്.